ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉഴുന്ന് വടയുടെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. മിക്സിയിൽ മാവ് അരച്ചെടുത്തിട്ട് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ ഇൻസ്റ്റൻ്റായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റായിട്ടും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഉഴുന്ന് വടയുടെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് വട കൂടുതൽ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിൽ സ്പെഷ്യലായിട്ടൊരു ചേരുവം കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ വടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് ഉഴുന്നാട്ടം എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. സ്പ്ലിറ്റായിട്ടുള്ള ഉഴുന്ന് വെച്ചിട്ടും ചെയ്യാം, പക്ഷെ വട കൂടുതൽ നന്നായി കിട്ടുക മുഴുവനായിട്ടുള്ള ഉഴുന്ന് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി ഇത് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം, അതായത് വെള്ളം നന്നായിട്ടൊന്ന് ക്ലിയർ ആവുന്നവരെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 6-7 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഉഴുന്ന് നന്നായിട്ട് കുതിർന്നതിന് ശേഷം അരച്ചെടുക്കുമ്പോഴാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. പിന്നെ നമ്മളത് മിക്സിയിലല്ല അരച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സി ചൂടാവാത്ത രീതിയിലൊക്കെ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടണമെങ്കിൽ ഉഴുന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഒരു 6-7 മണിക്കൂറൊക്കെ കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇവിടെ നമ്മളിത് ഒരു 4 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം പിന്നെ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉഴുന്ന് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം അരച്ചെടുക്കുകയാണെങ്കിൽ മിക്സി ചൂടായിട്ട് അങ്ങനെ മാവ് ചൂടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നിട്ട് അതിലെ വെള്ളം മുഴുവനായിട്ടും ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക. ആ വെള്ളം നമ്മൾ കളയണില്ല. ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം എത്രത്തോളം കുറച്ച് ചേർക്കാൻ പറ്റും അത്രയും വെള്ളം കുറച്ച് ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഉഴുന്നുവട നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതായത് മിക്സിയുടെ പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അരയ്ക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് അങ്ങനെ അരച്ചെടുത്താലും മതി. മിക്സി ചൂടാവാത്ത രീതിയിൽ അരച്ചെടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ ഉഴുന്നിൻ്റെ തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കി വരുന്ന ഉഴുന്നും ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. നമ്മൾ ഈ ഉഴുന്ന് 3 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 പ്രാവശ്യം കൂടിയിട്ടൊരു 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഓരോ മിക്സിയിലും വെള്ളത്തിൻ്റെ അളവിന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും വെള്ളം കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്നുവടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. നമ്മളിപ്പോൾ പുട്ടുപൊടിയാണ് ചേർത്തിരിക്കുന്നത്. പുട്ടുപൊടി അല്ലെങ്കിൽ നൈസായിട്ടുള്ള അരിപ്പൊടി ഏത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ടത് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്നിക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ മാവിൽ നന്നായിട്ട് എയർ കയറും. ഗ്രൈൻഡറിൽ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്നുവടയുടെ മാവ് പോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. മാവ് അടിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ മാവിൻ്റെ ടെക്സ്ചർ കണ്ടാൽ മനസ്സിലാവും. ആദ്യം അരച്ചെടുത്ത മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ടാവും ഈ സമയത്ത് നോക്കുമ്പോൾ. അതായത് മാവ് കുറച്ചൊന്ന് ലൈറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടാവും. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി ഇത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളിതൊരു 10 മിനിറ്റ് സമയം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, ഉള്ളി എല്ലാം ഒന്ന് കട്ട് ചെയ്യുന്ന സമയം മാത്രം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു 2-3 പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും എടുക്കാം. ഉള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും ഒരുപാടൊന്നും ചേർക്കാതിരിക്കുകയാണ് നല്ലത്. സവാളയാണെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ പെരുങ്കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഒരു ചേരുവയും കൂടി ചേർക്കുന്നുണ്ട്. അതായത് നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു വടയാണല്ലോ. അപ്പോൾ വട വറുത്തെടുക്കുന്ന സമയത്ത് അത് നന്നായി പൊങ്ങി നല്ല ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു പപ്പടം ഇതുപോലെ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ചെറിയ പപ്പടമാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വലിയ പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് 1 ടീസ്പൂൺ വെള്ളം, ആ പപ്പടം ഒന്ന് നനഞ്ഞ് കിട്ടുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മളിതുപോലെ മാവ് അരച്ചിട്ട് പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ വട നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ എപ്പോഴും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് പകരം പപ്പടം ഉണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. വട നന്നായിട്ട് തന്നെ പൊങ്ങി വരും. എന്നിട്ടത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ പപ്പടം മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലോണം യോജിപ്പിച്ചെടുക്കുക.
അതിനുശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കിയെടുക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പും നേരത്തെ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഉള്ളിയും കൂടി ചേരുമ്പോൾ അതിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ മാവ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം നമ്മൾ വെക്കരുത്, പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കിയെടുക്കണം. ഇനി വട ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. അതിനുശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് മാവിൻ്റെ നടുഭാഗത്ത് ഇതുപോലൊരു ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഹോളിട്ട് കൊടുക്കുമ്പോൾ വിരൽ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഹോൾ ശരിയായി വരില്ല. അതിനുശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് വറുത്തെടുക്കാൻ അത്യാവശ്യം ഓയിൽ വേണം. വട നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓരോ പ്രാവശ്യം മാവ് ഇട്ട് കൊടുക്കുമ്പോഴും കൈ നന്നായിട്ട് നനച്ചതിന് ശേഷം മാവ് എടുത്തിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ മാവ് എണ്ണയിലേക്ക് വിട്ട് വരാനും കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉഴുന്നുവട ഉണ്ടാക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് വട ഷേപ്പ് ചെയ്തെടുക്കാനുള്ളൊരു മെത്തേഡ് നമ്മൾ കുറച്ച് മുൻപ് ഒരു വടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതിൽ കാണിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വട നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്, നല്ലോണം എണ്ണ കുടിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റൊക്കെ എടുക്കും എന്തായാലും ഫ്രൈ ആയി വരാൻ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും നല്ലൊരു കളറായി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാം. എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്ന രീതിയിൽ തന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ പിന്നെ എണ്ണ കുടിക്കുന്ന പ്രശ്നം തീരെ ഉണ്ടാവില്ല. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കപ്പ് ഉഴുന്ന് വെച്ചിട്ട് നമുക്ക് ഒരു 10 വടയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചൂടോട് കൂടി ഇരിക്കുമ്പോൾ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതിനുള്ളിൽ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ചൂടോട് കൂടിയിട്ട് നല്ല എരിവുള്ള ചട്നിയുടെ കൂടെ കഴിക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചട്നിയുടെ റെസിപ്പി അതേ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പപ്പടം ചേർത്തിട്ടുള്ള 1-2 റെസിപ്പികൾ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്